ഹായ് ഹലോ എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ദുഃഖ വെള്ളിയാഴ്ചത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ പെസഹ വ്യാഴാഴ്ചത്തെ വ്ളോഗ് എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടുത്തതായിട്ട് ദുഃഖ വെള്ളിയുടെ ഒരു വ്ളോഗ് ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ആവി പിടിച്ചു, ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കഴിച്ചിട്ട് പോയാൽ പിന്നെ നമുക്ക് 3 മണിയൊക്കെ ആവും ആരാധനയൊക്കെ കഴിയാനായിട്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും 1 മണി കഴിയും. എന്തായാലും അത്രയും നേരം വരെ നമ്മൾ നിൽക്കണമല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സ്റ്റൂവും പൂരിയൊക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതും കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിലോട്ട് പോകാനുള്ള ധൃതിയായിരുന്നു. വേറെ ആ സമയത്തൊരു വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുൾ കറുത്ത ഡ്രസ്സാണ് ഇട്ടുകൊണ്ട് പോയത്. ഇപ്പോൾ ദുഃഖവെള്ളി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കറുത്ത ഡ്രസ്സൊക്കെയാണല്ലോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ എബി നേരത്തെ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ കഴിച്ചതിന് ശേഷം പിന്നെ അവൻ്റെ സാധനങ്ങൾ പള്ളിയിൽ കൊണ്ടുള്ള സാധനങ്ങളും വെള്ളവും എല്ലാം എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ അത് അങ്ങനെ പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പള്ളി വഴിയാണ് പോയത്. ഞങ്ങൾക്കിന്ന് വേറൊരു പള്ളി വെച്ചിട്ടാണ് ആരാധന ഉണ്ടായിരുന്നത് കേട്ടോ, മുള്ളൂർ പള്ളി വെച്ചിട്ട്. അപ്പോൾ കടൽക്കരയിലാണ് ആ പള്ളി ഉള്ളത്. നല്ല രസമായിരുന്നു കേട്ടോ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി തന്നെ ഇതാ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കുരിശിൻ്റെ വഴി നടത്തുന്നത്. ഇപ്പോൾ 3-4 വർഷമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ കുരിശിൻ്റെ വഴി നടത്താറില്ല. അതൊക്കെ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മാത്രമേ നടത്താറുള്ളൂ. അല്ലാതെ ഇതുപോലെ ദുഃഖ വെള്ളിയുടെ അന്ന് നടത്താറില്ല കേട്ടോ. ഇത് ആരാധന പകുതിയോളമായി സ്ലീബാവന്ദനം സമയത്ത് ഞാൻ എടുത്തതാണ്. ചെന്നിട്ട് ഞാൻ അങ്ങനെ അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അത്രയ്ക്കും ആരാധനയിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ പുറത്താണ് ഇരുന്നത് കേട്ടോ. എനിക്ക് അകത്ത് കാല് നീട്ടിയിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെയറിലാണ്ട്. പുറത്ത് പടിയിലാണ് ഞാൻ ഇരുന്നത്. കാല് ഫ്രണ്ടിലോട്ട് നീക്കി വെച്ചിട്ട് ഇത് ഈശോയുടെ കബറടക്ക ശുശ്രൂഷ നടത്തുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പള്ളിക്ക് വലം വെച്ച് അകത്ത് തന്നെ വലം വെച്ചിട്ട് നമ്മളിതുപോലെ അച്ഛനും ശുശ്രൂഷകരൊക്കെ നടത്തും. പിന്നെ കബറടക്കം നടത്തും. പിന്നീട് ആരാധന കഴിയും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് 8 മണിക്ക് ആരാധന തുടങ്ങി. കറക്റ്റ് 1:35 സമയത്ത് തന്നെ ആരാധന കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അച്ഛന് ഇന്ന് ഒരു പള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ വേറെ പള്ളിയിലും കൂടെ പോകുമ്പോഴാണ് നമുക്ക് 3 മണിയോളം ആവും ആരാധനയൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഈ പള്ളിയിൽ നിന്ന് തന്നെയാണ് ആരാധന നടത്തിയത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് 1:35 സമയത്ത് തന്നെ ആരാധനയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചു. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ ഞാൻ പറഞ്ഞില്ല, ആ പോയ പള്ളിയുടെ താഴെയാണ് ഇതുപോലെ കടല കാണാം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖമാണ് കേട്ടോ. അതൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് താഴോട്ട് പോയി ഇതൊന്നും കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പോയില്ല. പിന്നെ വന്ന് കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ. നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് നേരം വന്ന് കിടന്നു. പിന്നീട് ചായ കുടിക്കാനായിട്ട് നിന്ന് കേട്ടോ. അപ്പോൾ ബ്രെഡും ബട്ടറും ആയിരുന്നു കേട്ടോ ഞാൻ കഴിച്ചത്. അപ്പോൾ ഞാൻ തന്നെയാണ് വെച്ചത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇതുവരേക്കും പോയിട്ടില്ല ഇങ്ങനെ കാണാൻ. കടൽക്കരയിൽ പാസ് കാണാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈശോയെ അടക്കം ചെയ്യുന്ന ഒരു ശുശ്രൂഷ നമ്മുടെ വിഴിഞ്ഞം തൊട്ട് പൂവാർ വരെ ഒരുപാട് പള്ളികളുണ്ട് കേട്ടോ. അടുത്തടുത്തായിട്ട് ഒരുപാട് പള്ളികളുണ്ട്. അപ്പോൾ ആ പള്ളികളെല്ലാം 2-3 പള്ളികൾ ചേർന്നിട്ടാണ് ഇത് നടത്തുന്നത് കേട്ടോ. എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ആ ഒരു വിഴിഞ്ഞം തൊട്ട് പൂവാർ വരെയുള്ള ആ ഭാഗത്തുള്ള എല്ലാവർക്കും ഇതൊരു സംഭവം അറിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കുന്ന സമയത്ത് എൻ്റെ വ്ളോഗ് തന്നെയാണ് കേട്ടോ ഇട്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. പിന്നെ ഇത് ഞാൻ നേരത്തെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. മുമ്പത്തെ വ്ളോഗിലും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇത് ഞാൻ അല്ലാതെ എടുത്തൊരു വീഡിയോ ആണ്. എനിക്ക് 2 പാൻറ്റ് ഓർഡർ ചെയ്ത കാര്യം ഞാൻ ഈ ഒരു വീഡിയോയിലോട്ട് അത് മാറി വന്നാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കയറി വന്നതാണെന്ന്. കാരണം ഞാനിത് ഈ സ്ലോവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ചൊരു വീഡിയോ ഇതിലോട്ട് കൂടെ കയറി വന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോട്ടെ അല്ലേ, അങ്ങനെ വിചാരിക്കാം. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ഞാനും ബീന, സുമോദ് ചേട്ടൻ എബി, ഞങ്ങൾ ഇത്രയും പേരോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ 3 പേര് ഞങ്ങളുടെ വണ്ടിയിൽ, അവരവരെ വണ്ടിയിലോട്ടാണ് പോയത്. അവരിതൊക്കെ സ്ഥിരം കാണുന്നതാണ് കേട്ടോ. കാരണം അവരുടെ വീടിൻ്റെ അടുത്ത് ആയതുകൊണ്ട് തന്നെ അവരിതൊക്കെ സ്ഥിരം പോയി കാണുന്നതാണ്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പള്ളിയിൽ പുറകിലുള്ള കടലിലാണ് ഞങ്ങൾ പോയത്. കണ്ണാടി പള്ളിയുടെ പുറകിലുള്ള ആ ഒരു കടൽ തീരത്താണ് ഞങ്ങൾ പോയത്. നമ്മൾ നല്ല രാത്രിയായി കേട്ടോ ഈ സംഭവം വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ വരിയായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഇത് അടുത്തെത്തുന്ന സമയത്ത് നമ്മൾ മുട്ടുകുത്തി നിൽക്കണം. അപ്പോൾ നമ്മുടെ തലയുടെ മീതെ കൂടെ ഇത് ഉയർത്തിക്കൊണ്ട് പോകുന്നവരെ അങ്ങനെ നടന്നു പോകും. നമ്മൾ പെട്ടെന്ന് എണീക്കണം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം വരെ വരിക്ക് നിന്ന് എനിക്കിത് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ വരിക്ക് നിന്ന സമയത്താണ് ഇതുപോലെ പിള്ളേരിങ്ങനെ സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വരും കേട്ടോ.
അതിനുശേഷം അടുത്തെത്താറാകുമ്പോൾ നമ്മൾ മുട്ട് കുത്തിയിരുന്നു. അപ്പോൾ എനിക്ക് മുട്ട് കുത്തിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ മാറി നിന്നു. എബിയാണ് അവിടെ ഞാൻ അങ്ങനെ ഇരുത്തിയത്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ ഇതിങ്ങനെ പോകുമ്പോൾ. അപ്പം ഞാൻ കരുതി നമ്മളെ സൈഡിൽ കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി നമ്മളിരിക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഈ ഒരു സംഭവം പോകുമ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറി നിന്നായിരുന്നു കേട്ടോ. ഇതാണ് ആ മഞ്ചല്ലിങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഞാൻ മാറി നിന്നതിന് ശേഷം എബി അവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എബി ഇങ്ങനെ മറികടന്ന് പോയതിന് ശേഷം അവനെ ഞാൻ പെട്ടെന്ന് പിടിച്ചു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ആളെ ഒന്ന് മാറിപ്പോയാൽ പിന്നെ കാണാൻ പറ്റില്ല, ആ ഒരു രീതിയായിരുന്നു. ഒരു 5 മിനിറ്റോളം. കാരണം ഞാൻ പെട്ടെന്ന് തന്നെ അവൻ നിന്ന സ്ഥലത്ത് പോയപ്പോൾ തന്നെ അവനെ കാണാനില്ല. ഞാൻ കുറേ നേരം അവിടെ തന്നെ നിന്ന് കറങ്ങിയപ്പം അവൻ വേറൊരു വഴി കൂടെ എൻ്റെ അടുത്ത് വരുവാണ് ചെയ്തിട്ട്. അവന് എന്നെ കാണാതെ പേടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ആളെ കണ്ടു കേട്ടോ. നമുക്കിത് പെട്ടെന്ന് കാണുമ്പോൾ ഒരാൾ കറക്റ്റായിട്ട് ഒരാളിങ്ങനെ കിടക്കും പോലെ തന്നെ ഒരു അനുഭവം തന്നെയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞാനത് പുറകു വശത്തോടെ അതിങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ എബിയും കൂടെ ചേട്ടനൊക്കെ ഇരിക്കുന്ന ഇടത്തോട്ട് പോയി. അപ്പോൾ ഒരു സൈഡിൽ കരിങ്കുളത്തുള്ള ബീനയുടെ സുമോദരൻ്റെ ബന്ധുക്കൾ അപ്പുറത്തുണ്ടായിരുന്നു. ഇപ്പുറത്തെ സൈഡിൽ ഞാൻ അവിടെ ബീനയുടെ കുറച്ച് ബന്ധുക്കളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പുറത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 8:30 മണിയൊക്കെ ആയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി എനിക്കൊരു പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞു അത് വാങ്ങിക്കൊടുത്തു. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്നു കേട്ടോ. അവിടെ ഒരു കുരിശടിയുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് വന്നത്. പിന്നെ ഇവിടെ ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ സ്നേഹയുടെ കഞ്ഞിയാണ് കേട്ടോ. സ്നേഹ ആദുവിന് വേണ്ടി പള്ളി നേർച്ച വെച്ച കഞ്ഞിയാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. രാത്രിയായിട്ട് പോലും ഒരു കേടോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു, അത്രയും ടേസ്റ്റായിരുന്നു. മാങ്ങാച്ചാറ്, എലിശ്ശേരി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കഞ്ഞിയായിരുന്നു. ഞങ്ങൾ 3 പേര് കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് കിടന്നത്. അപ്പോൾ ഇത് ബീന എടുത്ത വീഡിയോ ആണ് കേട്ടോ. അവൾ എനിക്ക് അയച്ചു തന്നത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ വരിക്ക് നിന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കറക്റ്റ് കണ്ടോ, ഒരാൾ കിടക്കുന്നത് പോലെ തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടുത്ത വർഷം പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും പോകാൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ദുഃഖ വെള്ളിയാഴ്ചത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.